അല്പസമയത്തിനകം തന്നെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും. വലിയ ആവേശമാണ് കോൺഗ്രസ് ക്യാമ്പിൽ. നിരവധി പ്രവർത്തകർ ഒലോക്കോട് നിന്ന് തുടങ്ങി ഏതാണ്ട് 5 കിലോമീറ്ററിലേറെ നീണ്ട ഈ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം, ഒപ്പം ഫുൾ വൈബിലുള്ള, ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾ വൈബിലുള്ള ഒരു ആഘോഷം കണ്ടു. എന്താണ് കൊട്ടിക്കലാശം? സൂപ്പറാണോ? സൂപ്പർ. എന്താണ് ഗംഭീരമാണോ റോഡ് ഷോ? എത്ര പ്രതീക്ഷിക്കുന്നത്? 10,000-ന്റെ മേലെ. 10,000-ന്റെ മേലെ. ജയം ഉറപ്പാണ്. 100%. 100%. 10,000 വോട്ടിന് UDF ജയിച്ചു. അറിയില്ലേ നിങ്ങൾക്ക്? 25,000 വോട്ട്. ദിവിഷ്, ഇതാണ് UDF ക്യാമ്പിൽ 15,000, 25,000 ഒക്കെയാണ് ഭൂരിപക്ഷമായി പറയുന്നത്. അത്ര വലിയൊരു കോൺഫിഡൻസ് ആണ് UDF പ്രവർത്തകർക്ക്. ഒപ്പം സ്ഥാനാർത്ഥിക്കും. ഇന്ന് നമ്മൾ അല്പം മുമ്പ് രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അനുഭാവികളുമായൊക്കെ സംസാരിച്ചിരുന്നു. അവരുമൊക്കെ പറയുന്നത് ഇതൊരു ക്ലീൻ സ്വീപ്പ് ആയിരിക്കും, ഒരു 25-ന് മുകളിൽ എന്ന ഭൂരിപക്ഷത്തിൽ. ഇത്ര വലിയൊരു കോൺഫിഡൻസ് ആണ് UDF ക്യാമ്പിലുള്ളത്. ഏതായാലും ആ ഒരു മാസത്തിലേറെ നീണ്ട ആ പ്രചാരണം ആ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതാണ് അല്പസമയത്തിനകം, ഒരു 25 മിനിറ്റിനകം ഇവിടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിക്കാൻ പോകുന്നത്. ദിവിഷ്, അശ്വത്താണ് ആവേശം കൈമാറുന്നത്. പറഞ്ഞതുപോലെ 25,000, 30,000. നമ്മൾ വയനാട്ടിലും ഇതുപോലെയുള്ള ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമൊക്കെയാണ് പറയുന്നത് കേട്ട. പക്ഷെ അവസാനം പോളിംഗ് വന്നപ്പോൾ വലിയ ശതമാനം, 8% കുറവ് അവിടെ രേഖപ്പെടുത്തി. എന്നാൽ പാലക്കാട് അങ്ങനെയായിരിക്കില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടും എന്നൊരു പ്രതീക്ഷ മുന്നണികളെല്ലാം ഒരുപോലെ പ്രകടിപ്പിക്കുന്നു. കാരണം അത്രയേറെ വിവാദപരമായി അല്ലെങ്കിൽ സംഭവ ബഹുലമായി നാടകീയമായിട്ടൊക്കെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒന്നാകെ കടന്നുപോയത്. മറ്റ് 3ഇടങ്ങളിൽ, വയനാടും ചേലക്കരയും 2ഇടങ്ങളിലും ഉണ്ടെങ്കിലും അതിലേറെ ശ്രദ്ധ തീർച്ചയായും പാലക്കാട്ടേക്ക് തന്നെയാണ് പോയത്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ ഓരോ ക്യാമ്പിലെയും പടലപ്പിണക്കങ്ങൾ, മറുകണ്ഠം ചാടൽ, അങ്ങനെ പലവിധ രീതിയിൽ വളരെ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടുള്ള സംഭവങ്ങളാണ് ഉടനീളം ഈ പാലക്കാട് മുഴുവൻ നടന്നിരുന്നത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ, പ്രതിഫലനങ്ങളൊക്കെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകും. അവരെ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതിനൊക്കെ ഉത്തരമായി അവർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് ഓരോ പാർട്ടിയും തങ്ങളുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറയില്ല എന്ന തികഞ്ഞ പ്രതീക്ഷയാണ് 3 മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. പാലക്കാട് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ അണികളെ കൈവീശി കാണിക്കുകയാണ്. നേരത്തെ സരിൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാവരും ഇനി ഈ സംഗമം വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നു. 41 ഇനി വളരെ കുറച്ച് 19 മിനിറ്റുകൾ മാത്രമാണ് ഇനി ഈ കൊട്ടിക്കലാശം അവസാനിക്കാനിരിക്കുന്നത്. ക്രെയിനിലാണ് സ്ഥാനാർത്ഥികളെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന. ഉയരത്തിൽ നിന്ന് കാണികളെ അല്ലെങ്കിൽ അണികളെ കൈവീശി കാണിക്കുകയാണ്. തങ്ങളുടെ ഓരോ മുട്ടും ഉറപ്പിക്കുകയാണ്. അണികളിലൂടെയുള്ള പ്രചാരണമാണ് ഇനി നാളെ നടക്കാനിരിക്കുന്നത്. ഇനിയുള്ള 24 മണിക്കൂർ വളരെ സൂക്ഷ്മമായി, വളരെ നിശബ്ദമായുള്ള പ്രചാരണ പരിപാടികളിലേക്ക് പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ കിടക്കും. അവസാന നിമിഷവും ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് തങ്ങളുടെ പെട്ടിയിലേക്ക് തന്നെ വരണമെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരുടെ നീണ്ട നിര LDFിൻ്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്നടക്കം, ലീഗ് നേതൃത്വം ഒന്നടക്കം, MLA-മാർ ഒന്നടക്കം, BJPയുടെയും സംസ്ഥാന നേതാക്കൾ ഒന്നടക്കം, അങ്ങനെ എല്ലാവരും തങ്ങളുടെ പരമാവധി ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ടാണ് പാലക്കാട്ടെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന. ആ വലിയ യുദ്ധത്തിൽ ആരാകും ജയിക്കുക എന്ന് കണ്ടറിയുക തന്നെ വേണം. വലിയ മത്സരം നടന്നു കഴിഞ്ഞു. പാലക്കാട്ടെ ജനങ്ങൾ ഈ നടന്ന വിവാദങ്ങൾ, ഈ കാണുന്ന ആവേശത്തിൻ്റെ കൊട്ടിക്കലാശം, ഇതൊക്കെ എങ്ങനെയാണ് പാലക്കാട്ടെ വോട്ടർമാർ അവരുടെ ഹൃദയങ്ങളിലേക്ക് എടുക്കുക, അവരുടെ മനസ്സിലേക്ക് സ്വീകരിക്കുക എന്ന് നമ്മൾ കണ്ടറിയണം. ഈ കൊട്ടിക്കലാശമൊന്നും, ഈ ആവേശമൊക്കെ വോട്ടായി മാറുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ പാർട്ടി പ്രവർത്തകരുടെയും പുറമേ ജില്ലകളിൽ നിന്ന് എത്തിയ പ്രവർത്തകരുടെയും ഒക്കെ ആവേശമാണ് നമ്മൾ ഓരോ പാർട്ടിയുടെയും ഇവിടെ കാണുന്നത്. പക്ഷേ പാലക്കാട്ടെ ജനത, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന ഒരു തീരുമാനം അത് ഈ ഒരു ആഘോഷ കാഴ്ചകൾക്കുണ്ടോ വിവാദങ്ങൾക്കുണ്ടോ ഒന്നും സ്വാധീനിക്കപ്പെടാൻ ഒരുപക്ഷെ സാധ്യതയില്ലാത്തതാകാം. ചിലരൊക്കെ സ്വാധീനിക്കപ്പെട്ടേക്കാം. അങ്ങനെ പല വിധത്തിൽ മനുഷ്യൻ പലവിധമാണ്, പലവിധ ചിന്തകളാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കൊക്കെയൊപ്പമാണ് അവരുടെ മനസ്സെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് 23 വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകും. എന്തായാലും ആഘോഷപൂർവ്വം പാലക്കാട്ടെ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നീണ്ടുനിന്ന ഈ തെരഞ്ഞെടുപ്പ് ആഘോഷം, തെരഞ്ഞെടുപ്പ് ഉത്സവം, അതിൻ്റെ പരിസമാപ്തിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. സമയം 5:43. ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പൂരം തന്നെ പൂരം. വെടിക്കെട്ടുമുണ്ട് ആഘോഷത്തിനും.
പാലക്കാട് കുട്ടിക്കലാശം അതിന്റെ അവസാന മിനിറ്റുകളാണ്. സമയം 5:45. ഇനി വെറും 15 മിനിറ്റുകൾ മാത്രമാണ് ഈ കുട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകൾക്ക് അവസാനം കുറിക്കാനുള്ളത്. പാർട്ടി കൊടിത്തോരണങ്ങൾ ആവേശത്തോടെ സരിൻ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. നേരത്തെ സി കൃഷ്ണകുമാർ ചുവടുവെക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കൈവീശി പ്രവർത്തകരുമായി സന്തോഷം പങ്കുവെക്കുന്നു. അങ്ങനെ വലിയ വലിയ കാഴ്ചകൾ, വലിയ ആഘോഷത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ പാലക്കാട്ടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.